2020 തകർക്കാനുള്ള നാലാം കിട കളികൾ പുറത്തെടുത്ത് ഭരണപക്ഷം. ജനം എല്ലാ കളികളും കാണുന്നുണ്ടെന്ന് ഓർത്താൽ നല്ലത്. കാലങ്ങളായി കേരളത്തെ മാറി മാറി ഭരിക്കുന്ന ഇടത് വലത് മുന്നണികളുടെ അഴിമതിയിലും ജനദ്രോഹപരമായ പ്രവൃത്തികളിലും മനമെടുത്ത് ലാഭേച്ഛ കൂടാതെ വികസന പ്രവർത്തനങ്ങളും പാവപ്പെട്ടവർക്ക് ഗുണകരമാകുന്ന തരത്തിൽ കുറഞ്ഞ വിലയ്ക്ക് മെച്ചപ്പെട്ട ഭക്ഷ്യവസ്തുക്കളും നൽകി ജനകീയ കൂട്ടായ്മയായി അതിനെ വളർത്തിയെടുത്ത വിപ്ലവകരമായ വികസന കുതിപ്പിലൂടെ എറണാകുളം ജില്ലയിലെ കിഴക്കമ്പലം പഞ്ചായത്തിൻ്റെ ഭരണസാരഥ്യം ഏറ്റെടുത്ത 2020 എന്ന ജനകീയ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനാണ് കിറ്റക്സ് സാബു എന്നറിയപ്പെടുന്ന സാബു എം ജേക്കബ്. അദ്ദേഹത്തിൻ്റെ അശ്രാന്ത പരിശ്രമത്തിലൂടെ അടുത്ത ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 2 പഞ്ചായത്തുകളിൽ കൂടി ഭരണം പിടിച്ചെടുത്തതോടെ 2020 രാജ്യത്തൊട്ടാകെ ശ്രദ്ധിക്കപ്പെട്ടു. പൊടുന്നനെ ഒരു സുപ്രഭാതത്തിൽ രൂപീകൃതമായ ജനകീയ കൂട്ടായ്മ രാഷ്ട്രീയ പാരമ്പര്യ ഗോതയിലെ പടുവൃക്ഷങ്ങളെ കടപുഴക്കിക്കൊണ്ട് അധികാര രാഷ്ട്രീയത്തിൽ വളർന്നു വരുന്നത് ഇടതർക്കും വലതർക്കും സഹിക്കാവുന്നതിലും അപ്പുറത്തുള്ള കാര്യമായിരുന്നു. അന്നു മുതൽ സാബു ജേക്കബിനെ ശത്രുവായി പ്രഖ്യാപിച്ചുകൊണ്ട് കരുനീക്കങ്ങൾ നടത്തിയത് കോൺഗ്രസ് നേതാവ് ബെന്നി ബെഹനാൻ എംപിയും കോൺഗ്രസ് വിട്ട് ഇപ്പോൾ CPM-ൽ ചേക്കേറി കുന്നത്തുനാട് പട്ടികവർഗ സീറ്റിൽ മത്സരിച്ച MLA ആയ PV ശ്രീനിജനുമടക്കമുള്ള പ്രമുഖരായിരുന്നു. അതിൽ ഭരണകക്ഷി നേതാവായ ശ്രീനിജൻ അധികാരത്തിൻ്റെ പിൻബലത്തിൽ തുടർച്ചയായ പ്രതിസന്ധികളാണ് 2020ക്കും സാബു എം ജേക്കബിനും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തുടർച്ചയായി കിറ്റക്സിനെതിരെ റെയ്ഡുകളും കേസുകളും കലശലായതോടെ കിറ്റക്സിൻ്റെ സംരംഭങ്ങൾ കേരളം വിട്ട് തെലങ്കാനയിലേക്ക് പോവുകയും ചെയ്തു. അവിടെ അവർക്ക് ലഭിച്ചത് ഉജ്ജ്വലമായ സ്വീകരണമായിരുന്നു. പിന്നീട് 2020 നടത്തിയ വിളക്കണക്കൽ പ്രതിഷേധത്തിൻ്റെ അന്ന് അവർക്കെതിരെ കാരണമില്ലാതെ അക്രമമഴിച്ചുവിട്ട കിറ്റക്സ് സാബുവിൻ്റെ ശത്രുക്കൾ ദീപു എന്ന 2020 പ്രവർത്തകനെ മൃഗീയമായി മർദ്ദിച്ച് കൊലപ്പെടുത്തി. അങ്ങനെ തുടർമാനമായി കേരളത്തിലെ ഒരു ബൃഹത്തായ വ്യവസായ ശൃംഖലയുടെ മേധാവിയെയും നാടിന് നന്മയും വികസനവും നൽകിക്കൊണ്ട് താൻ നേതൃത്വം കൊടുക്കുന്ന 2020 എന്ന ജനകീയ കൂട്ടായ്മയെയും മുച്ചൂടും മുടിക്കാൻ കച്ചമുറുക്കി ഇറങ്ങിയിരിക്കുന്നവർ നടത്തിക്കൊണ്ടിരിക്കുന്ന അങ്ങേയറ്റം ഹീനമായ കളികളുടെ ഏറ്റവും അപലപനീയമായ വേർഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 4 മാസങ്ങൾക്കപ്പുറത്ത് 2020 ഭരിക്കുന്ന ഐക്കരനാട് പഞ്ചായത്തിൽ കൃഷിയുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു പൊതുയോഗ വേദിയിലേക്ക് കടന്നു ചെന്ന ശ്രീനിജനെ അപമാനിച്ചുകൊണ്ട് പഞ്ചായത്ത് അധികൃതർ വേദി വിട്ടതിൽ പ്രതിഷേധിച്ച് താൻ പട്ടികജാതിക്കാരനായതിനാലാണ് തന്നെ യോഗവേദിയിലിരുന്നവർ അപമാനിച്ചതെന്ന് കാട്ടി പട്ടികജാതി അധിക്ഷേപത്തിനെതിരെയുള്ള ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് ആ യോഗസ്ഥലത്തിൻ്റെ പരിധിയിൽ ഒരിടത്തുമില്ലാതിരുന്ന സാബു ജേക്കബിനെ 1-ാം പ്രതിയായും ഐക്കരനാട് പഞ്ചായത്ത് പ്രസിഡന്റ് ദീപയെ 2-ാം പ്രതിയായും അധികാരം ദുർവിനിയോഗം ചെയ്യുന്ന കേസുകൾ എടുത്തിരിക്കുന്നത്. എന്നാൽ ഈ കേസ് നാളുകളായി 2020യെയും തന്നെയും തകർക്കാൻ ശ്രീനിജന്റെ നേതൃത്വത്തിൽ നടന്നു വരുന്ന ഇടത് ഗൂഢാലോചനയുടെ രാഷ്ട്രീയ പകപോക്കലാണെന്ന് സാബു ജേക്കബ് വ്യക്തമാക്കി. പ്രസ്തുത യോഗത്തിലേക്ക് ശ്രീനിജൻ വന്നത് ക്ഷണിക്കപ്പെടാതെയാണെന്നും 2020യെ നിരന്തരമായി ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നവരിൽ പ്രമുഖരായ ബെന്നി ബെഹനാൻ, ശ്രീനിജൻ തുടങ്ങിയവരെ ബഹിഷ്കരിക്കാൻ 2020 പ്രവർത്തകർ തമ്മിൽ തീരുമാനമുള്ളതിനാൽ അവരിൽ ഒരാളായ ശ്രീനിജനെ യോഗത്തിലേക്ക് ക്ഷണിച്ചു എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണെന്നും സാബു ജേക്കബ് വ്യക്തമാക്കി. മതേതരത്വവും ജനാധിപത്യവും വാഴുന്ന ഇന്ത്യയിൽ ഇഷ്ടമില്ലാത്ത പ്രത്യയശാസ്ത്രങ്ങളോട് വിയോജിക്കാനും പ്രതിഷേധിക്കാനും നേതാക്കളെ ബഹിഷ്കരിക്കാനും ഒക്കെ സ്വാതന്ത്ര്യമുണ്ടായിരിക്കെ പട്ടികജാതി അധിക്ഷേപത്തിൻ്റെ ആനുകൂല്യങ്ങളെ ദുരുപയോഗം ചെയ്യുകയാണ് കേസിലൂടെ ജനപ്രതിനിധി ചെയ്യുന്നതെന്ന് നിയമവിദഗ്ധർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏതായാലും നാടിന് ലാഭേച്ഛ കൂടാതെ നന്മ ചെയ്യുന്ന 2020ക്കും അതിൻ്റെ സാരഥികൾക്കുമെതിരെ ഉണ്ടായിരിക്കുന്ന ഈ കേസുകളും അതിന് പിന്നിലുള്ള കളികളും ജനത്തിന് നന്നായി അറിയാമെന്ന് കളിക്കാരെ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു.